യേശുക്രിസ്തുവിന്റെ സന്ദേശം ഏതൊക്കെ കുടുംബങ്ങൾക്കകത്തേക്ക് കയറി ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ അസമാധാനങ്ങൾ മാറിയിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിന് ആരെല്ലാം ഹൃദയം കൊടുത്തിട്ടുണ്ടോ അവരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ചെയ്യണം. കണ്ണുനീരിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ആമേൻ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളുവെങ്കിലും, മക്കളും അമ്മയും അപ്പനും മാത്രമേ ഉള്ളുവെങ്കിലും, നിങ്ങൾ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ഭർത്താവ് നിന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നീ ആദ്യം ഭർത്താവിനെ സ്നേഹിക്കണം. ഭാര്യ നിന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ആദ്യം ഭാര്യ എന്ത് ചെയ്യണം? ചിലര് ഉലക ചരിത്രം കണ്ട മഹാന്മാരിൽ ഏറ്റവും മഹാൻ എന്ന് ഞാൻ പറയും, ഗുരുക്കന്മാരിൽ ഏറ്റവും വലിയ ഗുരുവെന്ന് ഞാൻ പറയും, പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനെന്ന് ഞാൻ പറയും. ജീവിതം കൊണ്ട് ഉപദേശത്തെ പഠിപ്പിച്ച ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തിയ ഒറ്റ സന്ദേശമേ ഉള്ളൂ, അത് സുവിശേഷമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചേ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാര് പറഞ്ഞ? യേശു പറഞ്ഞ കേട്ടോ, യേശു പറഞ്ഞതാ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ നടുവിൽ ആരുണ്ട്? യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മളത് വിശ്വാസത്താൽ കാണുകയാണ്. ആമേൻ, 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 ആമേൻ. നമ്മുടെ പേര് തന്നെ വിശ്വാസികളെന്നാണ്. സ്തോത്രം. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. സ്തോത്രം. നമ്മൾ ഈ വചനത്തെ വിശ്വസിക്കുന്നവരാണ്, യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, യേശുക്രിസ്തു പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, മരണത്തെയും പാതാളത്തെയും ഭേദിച്ച് 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതമാണ്. സ്തോത്രം. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ വിശ്വാസത്താൽ തിരിച്ചറിയുന്നു കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ആരാധനയുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് യേശുക്രിസ്തു പറയുമ്പോൾ അന്ന് ഒരൊറ്റ ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ. യെരുശലേം ദേവാലയം എന്ന് പറയുന്ന ഒറ്റ ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്താകട്ടെ ഭൂരിഭാഗം ഉണ്ടായിരുന്നത് മുഴുവൻ യഹൂദന്മാരാണ്. വേറെ ആരെയും കയറാൻ വേണ്ടി ഒരു സമ്മതിക്കത്തുമില്ല. സ്വത്രം. പരീശന്മാരും യഹൂദന്മാരും അടക്കി വെച്ചിരുന്ന യെരുശലേം എന്ന ഒറ്റ ദേവാലയമേ അന്നുള്ളൂ. അന്ന് അത്രയും വലിയൊരു ദേവാലയം, അത്രയും വലിയൊരു മതത്തിൻ്റെ ചട്ടക്കൂട് വേറെ ഒരു സ്ഥലങ്ങളിലും ഇല്ല. അത്രയും പ്രാതിനിധ്യമുള്ള യെരുശലേം എന്ന് പറയുന്ന ദേവാലയം. ആ ദേവാലയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടല്ല യേശു ഇത് പറഞ്ഞത്. യേശുക്രിസ്തു ഇതിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ടാണ് പറഞ്ഞത്, 2-3 പേര് മതി, എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ പൈസ കൊടുത്ത് വിമാനത്തിൽ കയറി ഒരു പുണ്യഭൂമിയിലും പോകേണ്ട കാര്യമില്ല. ഒരു പിൽഗ്രിമേജസും നമുക്കില്ല. നമ്മൾ എവിടെ കൂടി വരുന്നുവോ, എവിടെ യേശുവിൻ്റെ നാമത്തിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ, അതിപ്പോൾ ഭവനത്തിൻ്റെ അകത്താണെങ്കിൽ പോലും, കണ്ണുനീരിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളുവെങ്കിലും, മക്കളും അമ്മയും അപ്പനും മാത്രമേ ഉള്ളുവെങ്കിലും, നിങ്ങൾ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ നടുവിലും ഇറങ്ങി വരുന്നൊരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ബലം യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ദൈവവചനത്തിൽ നിന്നും, ദൈവശബ്ദത്തിൽ നിന്നും ദൈവാത്മാവ് ഇന്ന് പകലിലും നിങ്ങളോട് സംസാരിക്കും. ആ പൂർണ്ണമായ ബോധ്യത്തോടെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും
ഇത് തന്നെ യേശു പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയി നോക്കി വരുന്നത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളെ, വചനങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ നമുക്ക് പഠിച്ച് കഴിയുവാൻ ഇടയായി തീർന്നു. അടുത്ത ആഴ്ച നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. സ്തോത്രം. 13 മുതൽ 27 വരെയുള്ള അവസാനം വരെയുള്ള വാക്യങ്ങൾ കൺക്ലൂഷനാണ്. ഈ മെസ്സേജുകളുടെ, യേശുക്രിസ്തു പറഞ്ഞ മെസ്സേജുകളുടെ എല്ലാം ഒരു കൺക്ലൂഷനാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ഏതൊക്കെ കുടുംബങ്ങൾക്കകത്തേക്ക് കയറി ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ അസമാധാനങ്ങൾ മാറിയിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് ആരെല്ലാം ഹൃദയം കൊടുത്തിട്ടുണ്ടോ അവരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ സുവിശേഷം മുഖാന്തരം ഒരു വ്യക്തി പോലും നശിച്ചു പോയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റത്തില്ല. എന്നാൽ ഇരുളടഞ്ഞ പല കുടുംബങ്ങൾക്കകത്തും, പല ദേശങ്ങൾക്കകത്തും, പല രാജ്യങ്ങൾക്കകത്തും വിവേകം വരുത്തുവാൻ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുന്നത്തുകാലിൻ്റെ ദേശത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ, കർത്താവിനെ ഒരുമിച്ചിരുന്ന് സ്തുതിക്കുമ്പോൾ, നമ്മൾ ദൃശ്യമണ്ഡലങ്ങളിൽ കാണുന്നില്ലെങ്കിലും അദൃശ്യമണ്ഡലങ്ങളിൽ പല ദൈവ പ്രവർത്തികൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, ഈ ശബ്ദം ശ്രവിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഈ ദേശത്തിൽ ദൈവ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ന്യായവിധികൾ ദൈവം മാറ്റി വിരിക്കുകയാണ്. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവശക്തി ഇറങ്ങി ചലിക്കുകയാണ്. ചില തകർച്ചകളെ കർത്താവ് മാറ്റി വിരിക്കുകയാണ്. യേശുവിന് മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷത്തിന് വേണ്ടി കാതുകൊടുത്ത ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോയതായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയത്തില്ല. സുവിശേഷം മനുഷ്യനെ നന്നാക്കുന്ന സന്ദേശമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ കാലഘട്ടത്തിൽ ഒത്തിരി സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെല്ലാം ഒന്നുകിൽ ഒരു സംഘടനയുടെ, അല്ലെങ്കിൽ ഒരു വർഗത്തിൻ്റെ, ഒരു വർണ്ണത്തിൻ്റെ, ഒരു പ്രത്യേക മനുഷ്യരുടെ, ഒരു പ്രത്യേക ദേശത്തിൻ്റെ, ഒരു പ്രത്യേക ആളുകളുടെ ഒക്കെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി ഒതുങ്ങി നിൽക്കുമ്പോൾ സർവ്വമാനവജാതിക്കും വേണ്ടിയിട്ടുള്ള രക്ഷയുടെ സന്ദേശമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അത് കേൾക്കാൻ സന്തോഷമുള്ളവരാ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വായിച്ചു കേട്ട വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. യേശുക്രിസ്തു ഈ വചനങ്ങളെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ ദേവാലയത്തിൻ്റെ അകത്ത് നിന്നല്ല, ദേവാലയത്തിൻ്റെ പുറത്ത് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളിപ്പം നിന്ന് സംസാരിക്കുന്നത് പോലെ യേശുക്രിസ്തു, അന്ന് മൈക്കൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാനിപ്പോൾ മൈക്കിൻ്റെ സംവിധാനത്തോടുകൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. അന്ന് മൈക്കൊന്നുമില്ല. യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു പൊക്കമുള്ളൊരു കല്ലിൻ്റെ മുകളിലോ പാറ സ്ഥലത്തിരുന്നെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇരുന്നിട്ട് യേശു വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ അവിടെ കേട്ടത്. സ്തോത്രം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കിത് കേട്ടപ്പോൾ വലുതായിട്ടൊന്നും പിടികിട്ടിയില്ല. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. കാരണം അവർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും. സ്തോത്രം. ന്യായപ്രമാണം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തത് മോശയാണ്. മോശയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അവൻ്റെ പല്ലിനെ അടിച്ച് താഴെയിടും. സ്തോത്രം. അതേപോലെ തന്നെ പ്രവാചകന്മാർ, യെശയ്യാവ് തുടങ്ങിയ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാരുടെ പുസ്തകം, ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം, അങ്ങനെ പ്രവാചകന്മാർ ഇസ്രായേൽ മക്കളുടെ ഇടയിലുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ വചനങ്ങളെ അവർ വളരെ ഭക്തിയോടുകൂടെയും വളരെ ബഹുമാനത്തോടുകൂടെയുമാണ് ആ കാലഘട്ടത്തിൽ അവർ കണ്ടിരുന്നത്. സ്തോത്രം. അവരതെല്ലാം ആചരിപ്പാൻ, അനുഷ്ഠിക്കാൻ തയ്യാറായിരുന്നു. സ്തോത്രം. നമ്മളെപ്പോലെ ഉഴപ്പന്മാരല്ല. സ്തോത്രം. ഞായറാഴ്ച വരുമ്പോൾ മാത്രം പാസ്റ്റർ കാണുമ്പോൾ സ്തോത്രം, സൂത്രത്തിൽ കൂടെ ഒരു സ്തോത്രവും, ബാക്കി സമയത്ത് വേറെ പരിപാടിയും നടത്തുന്ന നമ്മളെപ്പോലുള്ള സൂത്രമുള്ള മനുഷ്യരായിരുന്നില്ല. അവർ വളരെ തീഷ്ണതയുള്ള മനുഷ്യരായിരുന്നു. പരീശന്മാരെന്നും ശാസ്ത്രിമാരും എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് തീഷ്ണതയുള്ളവരായിരുന്നു. പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾ ഇവരെ പോലെ എന്ത് ചെയ്യരുത്? ആയിത്തീരരുത്. സ്തോത്രം. ഈ പരീശന്മാരെ പോലെയും ഈ ശാസ്ത്രിമാരെ പോലെയും നിങ്ങൾ ആയിത്തീരരുത് എന്നാണ് യേശു പറഞ്ഞത്.
ഞാൻ യേശു ക്രിസ്തു ഇതൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നി. എന്നാ ഡൗട്ടെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു പഠിപ്പിക്കുന്നതിനി ഈ പ്രവാചകന്മാരുടെയും ഈ ന്യായപ്രമാണത്തിൻ്റെയൊക്കെ വിപരീതമായിട്ടാണോ പഠിപ്പിക്കുന്നത്? കാരണം യേശു ക്രിസ്തു അവിടെ വ്യത്യസ്തമായ രീതിയിലാണ് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ കാണുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിച്ചു, അവൻ പാപികളോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അല്ലേ? യേശു ക്രിസ്തു പാപികളോട് കൂടെ ഭക്ഷണം കഴിച്ചു. യേശു ക്രിസ്തു ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തത് തന്നെ പാപികളെന്ന് സമൂഹം മുദ്ര കുത്തിയവരെയാണ്, അല്ലേ? ചുങ്കക്കാരെന്നും മീൻ പിടിക്കാൻ വേണ്ടി നടക്കുന്നവരെന്നും യോഗ്യതയൊന്നും ഇല്ലാത്തവരെയാണ് യേശു എന്ത് ചെയ്തത്? കൂടെ കൂട്ടിയത്. സ്തോത്രം. അങ്ങനെയൊക്കെ കൂടെ കൂട്ടിയതിൻ്റെ പിന്നിലൊരു വലിയ ദൈവിക പദ്ധതിയുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ദൈവം തിരഞ്ഞെടുത്ത് എന്നാന്നറിയാം, യോഗ്യതയൊന്നും കണ്ടിട്ടല്ല. യോഗ്യതയുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? സ്തോത്രം. ആമേൻ. കർത്താവ് ഒരു യോഗ്യത വെച്ച് പോട്ടെ, ഒരു PSC ടെസ്റ്റിന് വർഷങ്ങൾ കൊണ്ട് എഴുതിയിട്ട് കിട്ടാത്തവരാണ്. സ്തോത്രം. ശരിയല്ലേ? യോഗ്യത വെച്ച് ഇങ്ങനെ എക്സാം എഴുതി രക്ഷിക്കപ്പെടാനായിരുന്നെങ്കിൽ പ്രിയരെ എത്ര പേര്? സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ യോഗ്യതയല്ല, ദൈവകൃപയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഒന്നുമില്ലാത്ത ഒരുത്തനെ സ്തോത്രം തെരഞ്ഞെടുത്തിട്ട് അവനെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് അവനെ കൂടെ കൊണ്ട് നടന്ന് വ്യത്യസ്തനാക്കി അവൻ്റെ ജീവിതം മാറ്റിയാൽ അവന് തന്നെ മനസ്സിലാവും ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടുണ്ടായത് അല്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ വരുന്ന ഓരോ ദൈവമക്കളുടെയും മനോഭാവം ഇതായിരിക്കണം, ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ട് നേടിയതല്ല. ഞാൻ പ്രാപിക്കുന്ന നന്മകൾ, ഞാൻ അനുഭവിക്കുന്ന നന്മകൾ, ഞാൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, ഞാനിന്ന് അനുഭവിക്കുന്ന സമ്പത്ത്, സമൃദ്ധി, ഇതൊന്നും എൻ്റെ യോഗ്യത കൊണ്ടുണ്ടായതല്ല, ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. സ്തോത്രം. എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. ഞാൻ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. ഞാൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് വിവരിക്കാൻ നിന്നാൽ നമുക്ക് ഒരിക്കലും വർണ്ണിച്ചു തീർക്കാൻ പറ്റത്തില്ല. അത്ഭുതകരമായാണ് ഓരോ നിമിഷവും ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കർത്താവിന് മഹത്വം. നമ്മുടെയൊക്കെ ശരീരമെടുത്ത് പഠിച്ചാൽ തന്നെ എന്തോ ഒരു അത്ഭുതമായിട്ടാണ് കർത്താവ് നമ്മെ ഓരോ ദിവസം നടത്തുന്നത്, അല്ലേ? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ അകത്ത് എഞ്ചിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. രാത്രി 1 കിലോ ചോറും തിന്നിട്ട് കയറി കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നില്ല. കർത്താവിന് മഹത്വം. സ്തോത്രം. നമ്മളങ്ങ് സുഖമായിട്ട് കയറി കിടന്ന് നമ്മളങ്ങ് ഉറങ്ങുക. ഈ മെഷീനകത്ത് ഓട്ടോമാറ്റിക്കലായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വർക്ക് ചെയ്തുകൊണ്ട് ഉറങ്ങുമ്പോഴും വർക്ക് ചെയ്യുന്ന മെഷീനാണ് കർത്താവ് നമുക്ക് തന്നേക്കുന്നേ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവം അത്ഭുതകരമായിട്ടാണ് നമ്മെ വഴി നടത്തുന്നത്. അതുകൊണ്ടൊരു ഭക്തൻ ഒരിക്കലും ദൈവസന്നിധി വരുമ്പോൾ നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഓരോ നിമിഷവും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. പുറത്തുള്ള മനുഷ്യരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവർ ആരാധിക്കുകയോ പാടുകയോ പാടാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അറിവില്ലാത്തവരങ്ങനെ കാണിക്കുമ്പോൾ അറിവ് തന്ന നീ പാടാതെയും പ്രാർത്ഥിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കരുത്. നന്ദിയില്ലാത്തവനായി തീരരുത്. നന്ദിയുള്ളവനായി ദൈവത്തിനെ സ്തുതിക്കണം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഒരു റെസ്റ്റും കൊടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീൻ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്തോത്രം. കർത്താവ് നമ്മുടെയൊക്കെ മെഷീനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചേക്കുക. സ്തോത്രം. ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം. കർത്താവിന് നന്ദിയുള്ളവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ആരോഗ്യം തരുമ്പോൾ കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. ബലം തരുമ്പോൾ കർത്താവിനെ ആരാധിക്കണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആരാധനയ്ക്ക് വരാൻ മടി കാണിക്കരുത്. ആരാധനയ്ക്ക് വരാൻ മഴക്കാറ് കാണുമ്പോഴേ ചിലർ പറയും ഇന്നിപ്പോൾ പോണോടി. സ്തോത്രം. മഴ വരെയാണ്. സ്തോത്രം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉടനെ ദാവീദിൻ്റെ സങ്കീർത്തനം ഓർക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരക അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. യഹോവ ചെയ്ത ഉപകാരങ്ങളൊന്നും എന്ത് ചെയ്യരുത്? മറക്കരുത്. സ്തോത്രം. ആമേൻ. കർത്താവിന് മഹത്വം. നമ്മുടെ ഇന്നത്തെ ആത്മീക ഗോളം ഉഴപ്പന്മാരുടെ ആത്മീക ഗോളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉഴപ്പന്മാരുടെ പള്ളികളായിട്ട്, ഉഴപ്പന്മാരുടെ കൂട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഉഴപ്പ് കാണിക്കരുത്. ക്രിസ്തീയ സഭയെന്ന് പറയുന്നത് ഉഴപ്പന്മാരുടെ സഭയല്ല കേട്ടോ. ഉയ്യോ, സഭാചരിത്രമൊക്കെ പഠിച്ചു നോക്കണം. ഞങ്ങളൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ സഭാചരിത്രമെന്ന് പറയുന്നൊരു വിഷയമുണ്ട്. സഭാചരിത്രം. ഈ ദൈവസഭ ഇത്രയും വളർന്ന് ഇത്രയും കാലഘട്ടം സഞ്ചരിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി എത്ര പേരാണ് അവരുടെ ജീവൻ വെച്ചു കൊടുത്തതെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. ഓരോരുത്തരുടെ രക്തസാക്ഷികളായവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, അവരുടെ ജീവിത ചരിത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ മഴക്കാറ് കാണുമ്പോൾ പള്ളിയിൽ പോകാൻ മടിക്കുന്ന നമ്മളെപ്പോലുള്ള വിശ്വാസികൾ ലജ്ജിച്ച് തല താഴ്ത്തും. കാരണം എന്നാണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ഈ സുവിശേഷത്തിന് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി, ആമേൻ, യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ആമേൻ ജീവൻ വെച്ചു കൊടുത്ത അനേക ഭക്തന്മാർ നമുക്ക് മുന്നേ ജീവിച്ചിരുന്നു. ക്രിസ്തീയ ജീവിതം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം, സീരിയസ്നെസ് ആയിട്ട് ജീവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ സന്ദേശം നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നവരായിരിക്കാം, യേശുവിനെക്കുറിച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്നവരായിരിക്കാം, യേശുവിനെ അറിയുന്നവരായിരിക്കാം. ആമേൻ, സ്തോത്രം. യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പല സന്ദേശത്തിൽ കേട്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനൊരു ചലഞ്ചായിട്ട് പറയുക, യേശു ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? യേശുവിൻ്റെ വചനം നിങ്ങൾക്ക് അനുസരിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വചനം അത് ചിന്തിച്ച് കളയേണ്ടതല്ല, ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കേണ്ടതാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുന്നവരായി തീരുവിൻ. സ്തോത്രം. മനുഷ്യര് നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഈ മെസ്സേജ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് തുടങ്ങി വെച്ചതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കിന്നത് തുടർന്ന് ചിന്തിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. മനുഷ്യർ നമ്മോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യർ നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? മനുഷ്യർ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ മനുഷ്യരും നമ്മളോട് സ്നേഹമായിട്ടിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? സ്തോത്രം. ആരെങ്കിലും പിണങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? സ്തോത്രം. ആഗ്രഹിക്കുന്നതല്ല, സാഹചര്യം കൊണ്ടായി പോകുന്നതാണ് ആരോ പറയുന്നു. സ്തോത്രം, ആമേൻ. അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഇരിക്കണമെന്നാണ്, അല്ലേ? ആരെങ്കിലുമൊക്കെ നമ്മോടൊന്ന് മുഖം കറുപ്പിച്ച് കാണിച്ചാൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാവും, അല്ലേ? യഥാർത്ഥമായിട്ട് ഈ മനസാക്ഷി ചത്തവരോടല്ല. ചിലർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമേ ഇല്ല. സ്തോത്രം. മരിച്ചിട്ട് വർഷങ്ങളായി. സ്തോത്രം. ഈ അവരെ പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്നതാണ് അർത്ഥ കൈക്ക്. എല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. സ്തോത്രം, ആമേൻ. അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രയോഗം, മലയാളത്തിൽ നല്ല പ്രയോഗങ്ങൾ. ഇതിലപ്പുറത്ത് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേറൊരു പ്രയോഗം ഇല്ല. സ്തോത്രം. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള മനസാക്ഷി മരിച്ചുപോയ ആളുകളെ കുറിച്ചല്ല നമ്മൾ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും സ്നേഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മുടെ യേശു നമ്മെ സ്നേഹിച്ചു, അല്ലേ? നമ്മെ സ്നേഹിച്ചു, നമ്മളെ കർത്താവ് സ്നേഹിച്ചു, നമ്മളെല്ലാവരും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. സ്തോത്രം. പക്ഷെ വചനം പറയുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് ചെയ്യണം. അമ്മായിയമ്മ എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നീ ആദ്യം അമ്മായിയമ്മ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഭർത്താവ് നിന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നീ ആദ്യം ഭർത്താവിനെ സ്നേഹിക്കണം. ഭാര്യ നിന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ആദ്യം ഭാര്യ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ചിലര് ഭാര്യയോടും ഭർത്താവിനോടും സ്നേഹിക്കത്തില്ല. സ്നേഹം മുഴുവൻ നാട്ടുകാരോടാ. സ്തോത്രം. അങ്ങനെയുള്ള ചില മാന്യന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്. വീടിനകത്ത് കണ്ടാൽ നമുക്ക് തോന്നും പോലീസുകാരനാണോ എന്ന് തോന്നും. സ്തോത്രം. വീട്ടിനകത്ത് പോലീസുകാരനും വെളിയിൽ കണ്ടാൽ എന്നെ മാന്യനാണെന്നറിയോ? സ്തോത്രം. ചില ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. ഈ പുറത്തൊക്കെ പോകുമ്പോഴാണ് ഈ ചില ഭാര്യമാർ പോലും അറിയുന്നത്, ഭർത്താവിന് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടോ? ഈ മനുഷ്യൻ തന്നെയാണോ എൻ്റെ കൂടെ ജീവിക്കുന്നത്? ഈ മനുഷ്യൻ ഇത്രയും തമാശയൊക്കെ പറയാൻ അറിയോ? ആമേൻ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. വീടിനകത്ത് അവർ ഭയങ്കര പട്ടാള ചിട്ടയിൽ നടക്കുന്ന ആളുകളായിരിക്കും. സ്തോത്രം.
അങ്ങനെയൊന്നും ആയിരിക്കരുത് കേട്ടോ. വീടിനകത്ത് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. മക്കളോടായാലും ഭാര്യയോടായാലും സ്തോത്രം, അയൽക്കാരോടായാലും എല്ലാവരോടും നല്ല സ്നേഹത്തിൽ ആയിരിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ട് അവിഹിതത്തിനൊന്നും പോകരുത്. സ്തോത്രം, അവിഹിതത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നല്ല മനസ്സോടുകൂടെ നിഷ്കളങ്കമായി സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം, അല്ലാത്ത ഒത്തിരി സ്നേഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ആ സ്നേഹമൊക്കെ ചിലർക്ക് 1 മാസമാണ് സ്നേഹം, ചിലർക്ക് 2 മാസമായിരിക്കും, ചിലർക്ക് 2 വർഷമായിരിക്കും, ചിലർക്ക് കാണുന്നത് എല്ലാത്തിനോടും എന്ത് ചെയ്യും? സ്നേഹം. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. സ്തോത്രം. അപ്പം അങ്ങനെയുള്ള കപട സ്നേഹങ്ങളെ കുറിച്ചല്ല. സ്തോത്രം. കപട സ്നേഹങ്ങൾ ഇന്ന് കൂടുതലാണ്. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ, നമ്മൾ പത്രത്തിലൊക്കെ കാണും. തിരുവല്ലയ്ക്കടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആമേൻ, പെട്രോൾ ബോംബ്, ഒരു പെങ്കൊച്ചിനെ ഒരു പയ്യൻ എന്ത് ചെയ്തു? പെട്രോൾ ബോംബ് എറിഞ്ഞു, ആസിഡ് എറിയുക, അല്ലേ? ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ? ഇതൊക്കെ യഥാർത്ഥ സ്നേഹം ഉള്ളത് കൊണ്ടാണോ? ഇതൊക്കെ സ്നേഹമാണോ? സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരു പൂവിനെ കണ്ട് ഇഷ്ടം തോന്നിയാൽ, യഥാർത്ഥമായിട്ട് നമുക്ക് ആ പൂവിനോട് സ്നേഹം തോന്നിയാൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ആ പൂവിനെ എന്ത് ചെയ്യും? നുള്ളിപ്പറിച്ച് കളയുമോ? ഇല്ല. അതിനെ വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യും? വളർത്തും, അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്നതിനെ നമ്മൾ എടുത്തെന്ത് ചെയ്യും? നശിപ്പിക്കത്തില്ല. നമ്മൾ ഇഷ്ടമുള്ളതിന് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും? പരിപാലിക്കും, അല്ലേ? പരിപാലിച്ച് വളർത്തും. സ്തോത്രം. ചിലർ പട്ടിയെയൊക്കെ ബെഡിൽ കയറ്റി കിടത്തിയിട്ട് അവർ താഴെയാണ് കിടക്കുന്നത്. സ്തോത്രം. പാശ്ചാത്യ സംസ്കാരമാണ്. ഇതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന സാധനത്തിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? കെയർ ചെയ്യും. ഞാൻ ഈ എൻ്റെ ബൈക്ക് അറിയാമല്ലോ, പുതിയ ഒരു ബൈക്ക് എടുത്ത സമയത്ത് എനിക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിരുന്നു. ഇപ്പം നോക്കരുത്, ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു 3 വർഷം മുമ്പുള്ള കാര്യമാണ്. സ്തോത്രം. അപ്പോൾ ഭയങ്കര കെയറിങ് ആയിരുന്നു. പുതിയ ബൈക്ക് എടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച ഉടനെ ഒരു തുണി എടുത്ത് ഞാൻ തുടയ്ക്കും, എവിടെയെങ്കിലും പൊടിയുണ്ടെങ്കിൽ. അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുകിടന്ന ഒരു ദിവസം എന്നായതെന്നറിയാം, ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിനകത്ത് കയറിപ്പോയി. റോഡിൻ്റെ സൈഡ് പുതിയ ഞാൻ ടാറ് വിട്ട് വെളിയിൽ ഇറക്കി വെക്കത്തില്ല, അത്രയും സൂക്ഷ്മതയായിരുന്നു. ബൈക്കിനെ ടാറിൻ്റെ പുറത്ത് റോഡിൽ തന്നെ സൈഡ് ചേർത്ത് മാക്സിമം ഇങ്ങനെ ഒതുക്കി വെച്ച്, ചിലപ്പോൾ ഇനി താഴെ വെച്ച് മണ്ണ് പറ്റിയാലോ സ്റ്റാൻഡിൽ. അതുകൊണ്ട് ഞാൻ ആമേൻ, സ്തോത്രം, ഈ ടാറിൻ്റെ പുറത്ത് വെച്ചിട്ടൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് താഴെ വന്നപ്പോൾ ദാണ്ട എൻ്റെ ബൈക്ക് തല കുത്തനെ കിടക്കുന്നു. സ്തോത്രം. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കി അതിൻ്റെ സൈന് കാണാം. ഒരു സൈഡ് ടാങ്ക് ചപ്പിയാണ് ഇരിക്കുന്നത്. സ്തോത്രം. എൻ്റെ ബൈക്ക് പ്രേമം അതോടുകൂടെ നിന്ന് കേട്ടോ. എനിക്ക് മനസ്സിലായി, കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് നമുക്ക് പണി തരും. സ്തോത്രം. കൂടുതലായിട്ട് എന്തിനെങ്കിലും നമ്മൾ കെയർ ചെയ്ത് കൂടുതലായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോൾ നമുക്ക് പറ്റാത്ത ഭയങ്കര വിഷമമായിരിക്കും. യഥാർത്ഥ സ്നേഹം, ഞാൻ പറഞ്ഞു വന്ന യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെയും നശിപ്പിക്കത്തില്ല, അതിനെ പരിപാലിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? പരിപാലിക്കാനാണ് ശ്രമിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് സ്തോത്രം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അടികൂടാൻ വേണ്ടി ചെല്ലത്തില്ല. നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ ചാർച്ചക്കാരോട്, നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് യഥാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും ഹർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കണം. ആരെ സ്നേഹിക്കണം? നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുറന്ന് സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവമക്കളുടെ ക്വാളിറ്റിയാണ് പറയുന്നത്, സ്വഭാവത്തിൻ്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വചനം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ക്വാളിറ്റിയാണ് യേശുക്രിസ്തു പറയുന്നത്, നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. പക്ഷെ യേശു പറഞ്ഞപ്പോൾ ഒന്ന് കയറ്റിയാണ് പറഞ്ഞത്. എന്നാണെന്നറിയാമോ? 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? യേശുവിൻ്റെ സ്നേഹം, യേശു പറഞ്ഞ സ്നേഹം ഒരല്പ വ്യത്യാസമായിട്ടുള്ള സ്നേഹമാണ്. എങ്ങനെയാണെന്നറിയാമോ? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 വായിച്ചു. യേശു അവരോട് പറയുകയാണേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരോടാ ചോദിക്കുന്നേ? അവിടെ ഉണ്ടായിരുന്ന മതവിശ്വാസികളോട് ചോദിക്കുകയാണ്, പരീശന്മാരോടും സദൂക്യരോടും ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും അതുപോലെ തന്നെ ശത്രുവിനെ പകയ്ക്കുകയെന്നും? ഇതൊരിക്കലും ബൈബിൾ വചനമല്ല കേട്ടോ, ബൈബിൾ വചനമല്ല. സ്തോത്രം. ഇതവർ കേട്ടിട്ടുള്ള സംഭവമാണ്. സ്തോത്രം. വചനത്തിൽ ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ കൂട്ടിച്ചേർത്ത സംഭവമാണ് ശത്രുവിനെ
പകയ്ക്കുക. സ്തോത്രം. യേശു പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ കേട്ട് വെച്ചിരിക്കുക, പലതും നമ്മൾ കേട്ട് എന്ത് ചെയ്തിരിക്കുക, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നാളൊരു ആൻറ്റി പറയുന്നത് കേട്ടു, പാഷേ ബൈബിളിലൊരു വചനം ഉണ്ടല്ലോ, ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന്. ഞാൻ പേടിച്ച്, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് അങ്ങനെ ഒരു വചനം കേട്ടിട്ടില്ല. ദുഷ്ടനെ പന പോലെ ദൈവം പറഞ്ഞ് കേട്ട് എന്ത് ചെയ്തിരിക്കുക. എന്തുകൊണ്ടെന്ന്, ദുഷ്ടനെ ദൈവം എന്ത് ചെയ്യുമെന്ന്, പന പോലെ. ചേടാ, നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന വചനം ഇവര് പറഞ്ഞ് കേട്ട് വെച്ചിരിക്കുന്നത് എന്നാന്നറിയാമോ? ദുഷ്ടനെ ഇങ്ങനെ പറഞ്ഞ് ചിലത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുക. സ്വത്രം. നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴേ, ഈ പണ്ട് ടെമ്പോ ഉണ്ടായിരുന്നു. ടെമ്പോ ആ സമയത്ത് ഡ്രൈവർ അല്ലാതെ വേറൊരാളൂടെ ഉണ്ട്. ആരാ? കിളി എന്ന് പറഞ്ഞ എന്തോ പറക്കുന്ന കിളിയോ? കിളി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടോ? നമ്മൾ പറഞ്ഞ് എന്നെ ആക്കി. യഥാർത്ഥമായിട്ട് ആ പോസ്റ്റിന്റെ പേര് കിളിയെന്നല്ല, അങ്ങനെ ഒരു തസ്തിക ഇല്ല. അവിടെ ഉള്ള തസ്തികയുടെ പേര് ക്ലീനർ എന്ന. പണ്ടത്തെ അമ്മച്ചിമാര് പറഞ്ഞു അവർക്ക് ക്ലീനർ എന്നൊന്നും വായിൽ വരൂല. ആകപ്പാടെ 4, 3, 7 പല്ലും കാണും. സ്വത്രം. അതിനകത്ത് അവർക്ക് ഈ ഇംഗ്ലീഷ് പീസൊന്നും വരൂല. സ്വത്രം. ആമേൻ. അതിനുള്ള കപ്പാക്കുറ്റിയൊന്നും അവർക്കില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്, അവർ പറഞ്ഞ് എന്തുവായി മാറി? ക്ലീനർ കിളിയായിട്ട് മാറി. വിവരവും വിദ്യാഭ്യാസം, എത്ര വിവരം! എന്താ, ഒരു നേഴ്സ് ഇരിക്കുന്നു, ഇതാ ടീച്ചർ ഇരിക്കുന്നു, കിളിയെന്ന്. സ്വത്രം. കിളിയെന്ന് നമ്മൾ അതാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്തു, നമ്മൾ അതങ്ങ് മനസ്സിനകത്ത് പഠിച്ചു വെച്ചേക്കുക. സ്വത്രം. നമ്മൾ ചിലതിങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഇതുപോലെ അവർ പഠിച്ചു വെച്ചിരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഇവരിത് പറഞ്ഞ് നടക്കുക. ഇവർ പറയുക കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പോൾ പിന്നെ അതിനോടുകൂടെ ഇവരങ്ങ് കൂട്ടിച്ചേർത്തു, ശത്രുവിനെ എന്ത് ചെയ്യണം എന്നാ, പകയ്ക്കണം. അപ്പോൾ അതിന് യേശു വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തു. എന്തുവാണെന്നറിയാമോ? അതിന് താഴോട്ടൊന്ന് വായിച്ചേ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ. നിങ്ങളോ, അയ്യോ, യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്നാ ഉപദേശമാണെന്ന് നോക്കിയേ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും പറഞ്ഞു. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ശത്രുക്കളെ ഒതുക്കാൻ പറ്റുമെന്ന് അറിയാനാ ചിലർ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് തന്നെ. സ്വത്രം. വരുന്നത് എന്നാ, എനിക്കിട്ട് പണിത് അവനിട്ട് 2 പണി എങ്ങനെയും തിരിച്ചു കൊടുക്കണം പാസ്റ്ററേ. സ്വത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, ഗ്ലോറി, ദൈവത്തിന് മഹത്വം. ചിലർ പ്രാർത്ഥനാ വിഷയം പറയാൻ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ തന്നെ ചിരിച്ചു പോകാറുണ്ട്. സ്വത്രം. എന്നുവാന്നറിയോ? പാസ്റ്റേ, അപ്പുറത്തെ വീട്ടിലുള്ള അവിടെ നിന്ന് ഭയങ്കര പോരാട്ടം പാസ്റ്റേ ആ ബന്ധനം തിരിച്ചങ്ങ് അടിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന്. സ്വത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. യേശു ക്രിസ്തു പഠിപ്പിച്ചത് നിന്നെ ഉപദ്രവിക്കുന്നവനെ തിരിച്ചുപദ്രവിക്കാനല്ല. ഇങ്ങനെ ക്വാളിറ്റി ആയിട്ട് പഠിപ്പിച്ച ഒറ്റ ഗുരുവേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഏത് സമൂഹത്തിൻ്റെ നടുവിലും, ഏത് ആമേൻ സ്വത്രം വ്യക്തിയുടെ മുമ്പിലും ധൈര്യമായിട്ട് നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയുന്ന, ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഏകനാമം അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്വത്രം. ഉലക ചരിത്രം കണ്ട മഹാന്മാരിൽ ഏറ്റവും മഹാനെന്ന് ഞാൻ പറയും. ഗുരുക്കന്മാരിൽ ഏറ്റവും വലിയ ഗുരുവെന്ന് ഞാൻ പറയും. പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനെന്ന് ഞാൻ പറയും. ജീവിതം കൊണ്ട് ഉപദേശത്തെ പഠിപ്പിച്ച ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ. യേശു ക്രിസ്തു പറഞ്ഞു, എടാ, നിന്നെ സ്നേഹിക്കുന്നവനെ മാത്രം സ്നേഹിക്കാനല്ല, നിന്നെ ഉപദ്രവിക്കുന്നവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കാൻ പഠിക്കണം. എന്നിട്ട് യേശു പറയുക, എന്നാത്തിനെ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? വായിച്ചേ, അതിന്റെ താഴോട്ട് വായിച്ചോ. ആ ആ ആ നിങ്ങളുടെ പലരുടെയും സംശയം ആ വാക്യത്തിൻ്റെ അകത്ത് നിന്ന് മാറും. യേശു പറയുകയാണ്, എടാ, ദൈവം ഉണ്ടല്ലോ, ദൈവം ഈ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും എന്ത് ചെയ്യുന്നു? മഴ പെയ്യിപ്പിക്കുന്നു. അതോ കുന്നത്തുകാലും മഴ പെയ്യിപ്പിക്കുമ്പോൾ തങ്കദാസിന്റെ വീടിന് മാത്രം ഇന്ന് മഴ മതി, ബാക്കിയുള്ളവർക്ക് ആർക്കും മഴ വേണ്ട. അങ്ങനെ ദൈവം മഴ പെയ്യിക്കാറുണ്ടോ? ഇല്ല. സ്തോത്രം.
ഈ ഏരിയയിൽ മഴ പെയ്യിക്കുമ്പോൾ ആ പള്ളിയുടെ സൈഡിൽ മാത്രം ഇത്തിരി വെയിൽ അങ്ങ് ഇരുന്നോട്ടെ, ബാക്കിയുള്ളവർക്ക് മഴ ഇരുന്നോട്ടെ. അങ്ങനെ ദൈവം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. യേശുക്രിസ്തു പറയുകയാ, എടാ ദൈവം ഈ ലോകത്തിലുള്ള ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും എന്നാ ഉദിപ്പിക്കുകയാ? സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും. ഈ ഭൗതികമായിട്ടുള്ള സമ്പത്തുണ്ടല്ലോ, ഈ ലോകത്തിലുള്ള സമ്പത്ത്, ഈ ലോകത്തിലുള്ള പൈസ, ഇത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണോ ഉള്ളേ? സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം. ഈ ലോകത്തിലെ സമ്പത്ത് നമ്മുടെ കയ്യിലല്ല ഉള്ളത്. ഇതിനേക്കാൾ നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ എവിടെ ഉണ്ടെന്നറിയാമോ? ദൈവത്തെ അറിയാത്തവന്റെ കയ്യിൽ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വ്യത്യസ്തരാകണം, നമ്മുടെ ചിന്തകൾ മാറണം, നമ്മൾ വ്യത്യസ്തരാകണം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ മറ്റുള്ള മനുഷ്യരെ പോലെ, മറ്റുള്ളവരെ പോലെ അവരുടെ ചിന്താഗതിക്കകത്ത് കുടുങ്ങി നമ്മളെ എതിർക്കുന്നവരെ എതിർക്കാനും, നമ്മളെ ചീത്ത വിളിക്കുന്നവരെ തിരിച്ച് ചീത്ത വിളിക്കാനും, നമ്മളോട് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുവാനും തിരിഞ്ഞു നിൽക്കാനല്ല യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതം കൊണ്ട് വ്യത്യസ്തനായി തീരാൻ പറ്റുമോ? സ്തോത്രം. നമ്മുടെ ജീവിതം കൊണ്ട് വ്യത്യസ്തനായി തീരാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നിന്നെ ഉപദ്രവിക്കുന്നവന് വേണ്ടി നീ പ്രാർത്ഥിച്ചു നോക്ക്. ഹല്ലേലൂയ. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കാൻ പഠിച്ചു നോക്ക്. ഹല്ലേലൂയ. നിന്നെ വെറുതെ വന്ന് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നില്ലേ ആ മനുഷ്യനെ, ഒന്നും പകരം ചെയ്യാൻ പോണ്ട. നീ ചില സമയങ്ങളിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ദൈവപ്രവൃത്തി നിനക്ക് കാണാൻ പറ്റും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവനില്ലാത്ത ശ്രേഷ്ഠത ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. അവനില്ലാത്ത മാന്യത ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കുക. നിർവ്യാജ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരട്ടെ. നിർവ്യാജ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നവരായിരിക്കുക. യേശുക്രിസ്തു എങ്ങനെയാ സ്നേഹിച്ചത്? യേശുക്രിസ്തു ഈ ലോകത്തിലുള്ള സകല പാപികളെയും സ്നേഹിച്ചു. തന്നെ തുപ്പിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ കന്നത്തടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ രോമത്തെ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് പറിച്ചെടുത്തവരോടും കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തിയ ഒറ്റ സന്ദേശമേ ഉള്ളൂ, അത് സുവിശേഷമാണ്. യേശുക്രിസ്തു ഈ ലോകത്തെ പിടിച്ചടക്കിയത് തൻ്റെ സ്നേഹത്തിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും ആയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം ഒന്ന് ധ്യാനിച്ച്, ഈ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാൽവരി ക്രൂശിലാണ്. യേശുക്രിസ്തു ആണല്ലോ നമ്മുടെ മാതൃക. ആ യേശുക്രിസ്തു പാപികളെ സ്നേഹിച്ചു, തൻ പാപത്തെ അതേസമയം വെറുത്ത കർത്താവ്. ഇന്ന് പകൽക്കാലം നമ്മോടും കർത്താവ് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ചില പാപികളെ നിങ്ങൾക്ക് നേടുവാനുണ്ട്. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ പ്രാർത്ഥനാ ലൈഫ് കൊണ്ട്, നിന്റെ ശുശ്രൂഷ കൊണ്ട് ചില പാപികളെ നിങ്ങൾക്ക് നേടുവാനുണ്ട്. നിന്റെ കുടുംബത്തിനുള്ള അകത്തുള്ള ദൈവത്തെ അറിയാത്ത ചിലരെ കൂടെ നിനക്ക് നേടുവാനുണ്ട്. എങ്ങനെയാ നേടുന്നേ? യേശുവിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുത്ത്, എല്ലാം സഹിച്ചുകൊണ്ട്, എല്ലാം ക്ഷമിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് ചില ഹൃദയങ്ങളെ കീഴടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേ കാണുന്ന ദാരിദാ
ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ, അങ്ങയുടെ വചനങ്ങളെ ശ്രദ്ധിക്കുവാൻ ദൈവാത്മാവ് ഞങ്ങൾക്കൊരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്നവരായി മാത്രമല്ല, തിരുഹിതം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും നിറവേറ്റുന്ന സ്വർഗീയ മക്കളാക്കി ദൈവം ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തകർച്ചകളെ, രോഗങ്ങളെ അങ്ങ് വഹിച്ചതുപോലെ അനേകർക്കൊരാശ്വാസമായി തീരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിൽ ഈ ജനത്തെ കൈമാറി അടിയൻ പിതൃപുത്ര പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.